കിലിയൻ എംബാപ്പയുടെ വരവോടുകൂടി റയൽ മാഡ്രിഡിൽ തൻ്റേതായിട്ടുള്ള ഫോം കണ്ടെത്താൻ കഴിയാത്ത ഒരു താരമാണ് ജൂഡ് ബെല്ലിംഗ്ഹാം. കിലിയൻ എംബാപ്പയോട് വരവോട് കൂടിയെന്ന് ഞാൻ പറയാൻ കാരണം അതിൻ്റെ കഴിഞ്ഞ സീസണുകളിലൊക്കെ ബെല്ലിംഗ്ഹാം കളം നിറഞ്ഞ് കളിച്ചിരുന്ന ഒരു സമയമാണ്. ഒരുപാട് ഗോളുകളായിട്ടും അസിസ്റ്റുകളായിട്ടും വിനീഷ്യസ് ജൂനിയറിൻ്റെ കൂടെയൊക്കെ റോഡ്രിഗോൻ്റെ കൂടെയൊക്കെ കളം നിറഞ്ഞ് കളിച്ചിരുന്ന സമയത്ത് എംബാപ്പ ഈ ഒരു സീസണിലെത്തിയപ്പോൾ ബെല്ലിംഗ്ഹാമിൻ്റെ കാര്യത്തിൽ കുറച്ച് അദ്ദേഹം ഫോമൗട്ടിലേക്കിൻ്റെ ആ ഒരു ഒക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 6 മത്സരങ്ങൾ കളിച്ചിട്ട് 1-2 അസിസ്റ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമുള്ളത്. അപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എംബാപ്പ വന്നതുകൊണ്ട് ബെല്ലിംഗ്ഹാമിന് കൂടുതൽ പുറകിലോട്ട് ഇറങ്ങി കളിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫോം കണ്ടെത്താൻ കഴിയാത്തത്, സ്കോർ ചെയ്യാൻ കഴിയാത്തത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം എംബാപ്പ വന്നതോടുകൂടി ടീം സ്ക്വാഡ് ഒന്നുകൂടി ബെറ്ററായ ടീമാണ് റയൽ മാഡ്രിഡ്. എങ്കിലും അത്രയും നല്ല ലൈനപ്പുള്ള ആ ഒരു ടീമിൻ്റെ ലൈനപ്പിനനുസരിച്ചുള്ള പ്രകടനമൊന്നും നമുക്കിതുവരെ അവരുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മത്സരങ്ങൾ ജയിച്ചു പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ 1-2 സമനിലയും ഒരു തോൽവിയൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. എങ്കിലും ഈ ഒരു സ്കോഡിനനുസരിച്ചിട്ടുള്ള ഒരു പ്രകടനമൊന്നും അവരുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ വിനീഷ്യസ്, റോഡ്രിഗോ, എംബാപ്പെ, ബെല്ലിംഗ്ഹാം പോലുള്ള ഏറ്റവും മികച്ച മുന്നേറ്റ നിരയാണ് നിലവിൽ റയൽ മാഡ്രിഡിലുള്ളത്. നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ, വലിയ വലിയ ബിഗ് ഗെയിമുകളിലൊക്കെ വലിയ പ്രതീക്ഷകൾ തരേണ്ട താരങ്ങളാണ്, തരേണ്ട ലൈനപ്പാണ് അവരുടെ നിലവിൽ റയൽ മാഡ്രിഡിൻ്റെ. അപ്പോൾ ഏതായാലും എംബാപ്പ വന്നതോടുകൂടിയാണ് ബെല്ലിംഗ്ഹാമിൻ്റെ ഈ ഒരു ഫോം ഔട്ടിന് കാരണം എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കൂടുതൽ പിറകിലോട്ട് ഇറങ്ങി കളിക്കേണ്ട അവസ്ഥ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയ്ക്കിടയാക്കുന്നത്.